ആ താര താര ഒന്ന് വരുവോ? വാ വാ വാ. ഇതെന്താ അങ്ങോട്ടല്ലോ ഇവിടുന്ന് ആമ്പിള്ളേരുടെ അടുത്ത്? ഇങ്ങോട്ട് വാ താര, ഇങ്ങോട്ട് ഇങ്ങോട്ട് താര പ്ലീസ്. താര 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 ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. ഇതെന്താ ആമ്പിള്ളേരുടെ അടുത്ത്? Are you Wi-Fi? I feel connection. Are you Wi-Fi? I feel connection. Are you Wi-Fi? I feel connection. Wi-Fi connection. ചോദിച്ചാ ഹലോ താര അവിടെ പന്നിനി കണ്ടോ വണ്ടിയില്? ഇല്ല, ഉസ്മാൻ മാത്രമേ ഉണ്ടായിരുന്നു. പന്നി മരിച്ചോ? Are you താര? Are you connection? I feel Wi-Fi. Sorry, I feel connection. Are you Wi-Fi? ഇതുവരെ ഞാൻ വേറെ ആരുടെ വൈഫ് ആയിട്ടില്ല. വൈഫ് അല്ല, ഒരു മിനിറ്റ്. അതിന്റെ മക്കളെ ഓരോ വണ്ടിത്തരം പറഞ്ഞു. ഒന്നുമില്ല, ഒരു മിനിറ്റ്. ഒന്നിങ്ങോട്ട് വരുമോ? ഈ നാറുകൾ കുറെ എണ്ണം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് പേടിയാതാ. ആറിയോ വൈഫൈ? ആറിയോ വൈഫൈ? ഇങ്ങോട്ട് മാറിയിട്ട് ഇതാരാ? ഇവരേതാ? അല്ലാ താരോടുത്തു. ഇതേതാ? നീ ഏതാ? നീ ഏതാ? നീ ഫാമിലി മെമ്പർ ആണെങ്കിൽ മാറിക്ക അങ്ങോട്ട്. നീങ്ങ വന്നേതാ? നീ ഏതാന്ന്? പോയി സംസാരിക്കാ. എന്തേ? ആ ഡയലോഗ് അങ്ങനെയല്ല. പറ. ശരത്തിട്ട് ഇതെന്റെ ഫ്രണ്ടാ ഷമീർ. ഫ്രണ്ട് മാത്രല്ല, ഫ്രണ്ട് മാത്രല്ല, ഞാൻ നിന്റെ വുഡ്ബിയും കൂടിയാണ്. ഞാൻ അവളെ വുഡ്ബിയാണ്, വുഡ്ബി. പറ പറ, എന്താന്ന് പറയാണ്ടെന്ന് പറവയോ? ഡയലോഗിന്റെ അണ്ടി പോയാട്ടെ, കൊറേ സമയമല്ല ആ ഡയലോഗ്. അങ്ങനെയല്ല താര, നമുക്ക് ഇടിയിരുന്നാലോ കള്ളി? ആ പാട്ടുകാരനോടുത്ത്. പാട്ടുകാരാ ബ്രോ 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 ബാ 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 പാട്ടുകാരൻ പറ. ശയിക്ക എന്തല്ലാന്ന്? സുഖല്ലേ? സുഖം. ഞാൻ ഒന്ന് വിളിച്ചിട്ട് വരാട്ടാ. ഇവള് കണ്ടോണ്ട് ഞാൻ പറയുമ്പോ ഞാനൊരു ബൈക്ക് മേടിച്ചരാം, നീ ബൈക്കിൽ കൂട്ടിട്ട് ഇറങ്ങ. ജസ്റ്റ് വാ. ഏതാ രസമായിരിക്കും. ബൈക്ക്? ഒരു ബൈക്ക് മേടിച്ചിട്ടേ ഓളിയും കൂട്ടിട്ട് സിറ്റി കൂടി ഒന്ന് കറങ്ങ. നല്ല വൈബായിരിക്കും. ഇത് ഇട്ടാ മതി, ഒരു റൊമാൻറ്റിക് ഫോട്ടോ ഇട്ട് കറങ്ങ. ഹെലിയിൽ പോവാ. താര താര ഒരു മിനിറ്റ്, ഒരു സമയം ഒരു മിനിറ്റ് എടാ. ഒരു മിനിറ്റ് ഞാൻ നിക്ക. എടാ പാട്ടുകാരാ ബ്രോ, പാട്ട് ബ്രോ ഒന്ന് വരുമോ? നീ പോടാ കുണ്ടാ കുണ്ടച്ച് മോനെ. ഇടാതാ കാട്, ഇതാ ബീച്ചതാ, തൊളയിട്ടോ പോയിട്ട്. താര അല്ല, ഇല്ല ആരോട് ബ്രോ ഒരു പാട്ട് പ്ലീസ്. ഇത് മുതുക്കിലുള്ള എന്റെ ഫ്രണ്ടാ, ഇവൻ നന്നായിട്ട് പാട്ട് പാടും. ഇവൻ മുതുക്കിലുള്ള എന്റെ ഫ്രണ്ടാ, ഇവൻ നന്നായിട്ട് പാട്ട് പാടും. എടേന്ന് ഇത് ഓടുന്ന, ഇത് എന്താന്നിത്? തുള്ളിച്ചീനെ പോലെ ഇങ്ങനെ ഓടി കളിക്കുന്ന. എടാ നല്ലൊരു പാട്ടായിരിക്കണം. ഇത് കേട്ട് കഴിഞ്ഞാൽ ഓക്ക് റൊമാൻസ് തോന്നിട്ട് എന്നോട് ഇങ്ങോട്ട് ഓള് ലവ് യു എന്ന് പറയുന്ന ഒരു പാട്ടായിരിക്കണം പാടേണ്ടത്. ഓക്കെ, നിന്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ബ്രോ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്റെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഓള് അപ്പാട് പ്രണയിച്ചിട്ട് ഓള് എന്റെ അടുത്ത് പറയണം ഐ ലവ് യു. മേഘമേ അറിയാമോ? കുഞ്ഞിക്കവിൾ മേഘ അറിയില്ല, വേറെ കുറച്ചുകൂടി റൊമാൻറ്റിക് തട്ടത്തി മറയത്തിലെ ഒരു പാട്ട് പാടില്ല. തട്ടത്തി മറയത്തിലെ പാടാ. ഓക്കെ 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 ഓക്കെ. എടാ നിങ്ങ പറയുന്ന പോലെ അല്ലേ, ഇത് ടെൻഷനാണ്. ഐ ഫെല്ലറ്റ് ഫസ്റ്റ് സൈറ്റ് സോ ഗിവ് മീ എ ഫസ്റ്റ് നൈറ്റ്. ഓക്കെ ഓക്കെ. അതിന്റെ പോലെ ഇത് ഓക്കെ ഓക്കെ തരാം. ഓക്കെ ഓക്കെ ഷമീർ ഒന്ന് വരാ. പാട്ട് ബ്രോ പാട്ടുകാരാ പറയൂ താര. ഒരു മിനിറ്റ് ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞതല്ലേ. ആരാ കോള്ളാരി? ഷമീരെ അല്ല, കുറച്ചു നേരം മുമ്പ് ഒരാള് പേര് ചോദിച്ചിട്ടുണ്ട് എന്നോട്. പേരോ? മറ്റേ ഇവൻ ഏതോ ഒരു നാറി. നീ ആ ഹീലൊന്ന് കുറച്ചാ ഇതെന്തോ എനിക്കെന്തോ അമ്മി മോനെ പോലെ തോന്നുന്നു. അപ്പൊ നീ എന്താ പറഞ്ഞേ? ഞാൻ എന്താ പറയണ്ടേ? ഞാൻ എന്തോ സാധാ എന്തോ കാര്യം ബാഡ് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഞാൻ ബാഡ് വേർഡ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇല്ല താര, ബാഡ് വേർഡ് എന്താ? ചെറുത്തിട്ട് എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും തെറ്റായിട്ട് ചെറുത്തിട്ട് അവൻ എന്താ പറഞ്ഞേ? എടാ എന്താ പറഞ്ഞെന്ന് ചോദിച്ചതിന് തെറ്റുണ്ടോ?
ഞാൻ എന്താ പറഞ്ഞെന്ന് നോക്കി. ഞാൻ ഒന്ന് ശരത്തേട്ട ഒന്ന് സംസാരിക്കോ? ഞാൻ തെറ്റായിട്ടൊന്നും എടാ പറഞ്ഞിട്ടില്ല. എന്ത് പറഞ്ഞെന്ന് പറ. എന്താണിത്? ഓനൊന്ന് വിളിച്ചേ ഇങ്ങോട്ട്. ഓനൊന്ന് ഇങ്ങോട്ട് വിളിച്ചേ. പിന്നെ എന്തിനാടാ ഇവിടെ വന്നിട്ട് ഇതാക്കുന്നേ? താര ചൂടായി. താര നീ ചൂടാവോ? താര ചൂടാവും. അല്ല ഷമീറെ, നീ എന്തെങ്കിലും ബാഡ് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടോ അവിടെ? ഇല്ല, ഞാൻ നല്ല കുട്ടിയല്ലേ, ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കില്ല. പേര് ചോദിച്ചപ്പോ ബാഡ് വേർഡ് യൂസ് ചെയ്യുന്നു എന്റെ ഫാമിലി മെമ്പർ പറയുന്നതാ. ഇല്ല, ഞാൻ ബാഡ് വേർഡ് ആയിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ എന്തോ പേര് ചോദിച്ചു, ഞാൻ പറഞ്ഞ എന്റെ പേര് കണ്ണൂർ കിങ്. എനിക്കറിയാലോ, കോടിക്കണക്കിന് സ്വത്തും ഇതിലുള്ള ആളല്ലേ ഞാൻ. അപ്പൊ ഞാൻ ആ പേരങ്ങ് പറഞ്ഞു. ഷെയ്ക്ക, ആ 3000 കോടി എന്തായി? ഷെയ്ക്ക 3000 കോടി, ഷെയ്ക്ക 3000 കോടിന്റെ ഡീല് ഓക്കെ അല്ലേ? നാളെ നമുക്ക് വൈറ്റ് മണി കയറ്റാനുണ്ട്. അത് കഴിഞ്ഞിട്ട് യെല്ലോ മണി. ഇതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം. ഓക്കെ. ആ 12,000 കോടി ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് ഇതിലേക്ക് വെച്ചേക്ക്, അളമാറിലേക്ക് വെച്ചേക്ക്. ഞാൻ വന്നിട്ട് എടുത്തോളാം. ഓക്കെ. ഒരു 25 BMW വരുന്നുണ്ട് പുറത്തുനിന്ന്. ഇല്ല 25 അല്ല, ഞാൻ 312 ആണല്ലോ പറഞ്ഞത്. 312 BMW 1020 ബെൻസാന്ന് ഞാൻ പറഞ്ഞത്. ഇതെന്താ, ആരാ ഇതിന് ഡിലേ ആക്കുന്നത്? അങ്കിത് നടക്കൂലേ ഷെയ്ക്ക? ഞാൻ നിന്നെ മാനേജർ ആക്കി വെച്ചത് എന്റെ കാര്യങ്ങള് സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിട്ടാണ്. താര കേൾക്കുന്നുണ്ടല്ലേ? താര പോയല്ല, ഒരു മിനിറ്റ്. അല്ല, താര പോയി. BMW അല്ല, 1ാം നമ്പർ സൈക്കിൾ വാങ്ങാൻ പോലും പൈസ ഇല്ല. പോയട്ടെ, താര പോയി. താര അല്ലാണ്ട് പോയാ? ഓക്കെ. ഉസ്മാൻ, ഞാൻ നിനക്ക് വന്ന ഇതെന്തായി? പോർഷെ നീ ഏതാന്ന് പോയ? ഓളെ അടുത്ത് പോയിട്ട് സംസാരിക്കാം. ഇങ്ങോട്ട് വാ, പൈസ ഉണ്ട് അറിയിക്കട്ടെ. ഇങ്ങ് വാ. ഇതേടെ ഈ ഓടുന്ന ഇതാരാ കൂടെ? ഇവനേതാ? ഹലോ, നീലമുടി ബ്രോ ഒന്ന് ഇങ്ങോട്ട് വരുമോ? നീലമുടി ബ്രോ ഒന്ന് ഇങ്ങോട്ട് വരുമോ? ഇവന്റെ എന്താ പരിപാടി നോക്കട്ടെ. ഇവനെ നമ്മൾ നേരത്തെ കണ്ടത്. നീ എന്താന്ന് താരിയായിട്ട് എന്താന്ന് സംഭവം? ഷമീർ, ഒരു മിനിറ്റ്, ഞാൻ ഇവനോട് സംസാരിച്ചിട്ട് വരാം. ആരോട്? ഇവനോടാ? ഈ തലയിൽ ഞാറ് കെട്ട ഇവനോടാ? ഷമീർ, കുറച്ച് ഷമീർ, സോറി, ഞാൻ മാറാം. ഓക്കെ. ഷമീർ, ഇല്ല. ഓക്കെ. പക്ഷേ ഡയലോഗ് ചിന്തിക്ക. ഈ ഒരു ജാതിക്കായാണെങ്ക ഇങ്ങനെ എന്ന് പറയാ. ഇതൊരു ജാതിക്കായാണെങ്ക ഞാൻ ഇന്ന പൊതിഞ്ഞിരിക്കുന്ന പത്തിരി പറയാ. നീ ഒരു ജാതിക്കായി ആണെങ്കിൽ ഞാൻ ഇന്ന പൊതിഞ്ഞിരിക്കുന്ന പത്തിരിയാന്നാ? ഓക്കെ. നീ ഒരു ജാതിക്കാണെങ്കിൽ ആടെ ചെന്ന ഇതൊരു കായാണെങ്ക ഞാൻ പൊതിഞ്ഞ പത്തിരിയാന്നെല്ലാം പറഞ്ഞ തെള്ളടിച്ച് പൊളിക്കൂട്ടാ പിള്ളേര്. മര്യാദക്ക് പറഞ്ഞ. നീ ഒരു ജാതിക്കായാണെങ്ക ഞാൻ ഇന്ന റെസ്പെക്ട് ചെയ്യാണ്ടെന്ന് ഞാൻ അവനോട് ജസ്റ്റ് ചോദിച്ചല്ലേ. എന്തായാലും മാത്രം. എന്താ? അല്ല, ഒരു മിനിറ്റ്. ഉസ്മാൻ, എന്താ ജാതിക്കായാണെങ്കിൽ ഞാൻ പത്തിരിയാന്നാ? ഇതൊരു ജാതിക്കായാണെങ്ക ഞാൻ ഇന്ന പൊതിഞ്ഞിരിക്കുന്ന പത്തിരിയാ. ഓക്കെ. നീ ഒരു ജാതിക്കായാണെങ്കിൽ ഞാൻ നിന്നെ പൊതിഞ്ഞിരിക്കുന്ന പത്തിരിയാണ്. ഓക്കെ, മനസ്സിലായി. പത്തിരിയാ. എടാ, എനിക്ക് ടെൻഷൻ അടിക്കുന്നു. പാട്ടുകാരാ, നിന്റെ പേരെന്താ? ഞാൻ മറന്നുപോയി. പാട്ടുകാരാ, ഓക്കെ. നിനക്കും നിന്റെ പേരറിയില്ല. അടിപൊളി. എന്നാ ഒരു പാട്ട് പാടിത്തരും, ഒരു നല്ലൊരു പാട്ട്. ഒന്നൊന്ന് കൂളാക്കി തരാം, എന്നൊന്ന് റൊമാൻറ്റിക് മൂഡിലേക്ക് കൊണ്ടുപോകാൻ. കൂളാക്കാൻ. ബ്രോ പറഞ്ഞ പാട്ട് തന്നെ നമുക്ക് നോക്കാം. എന്ത് പറയുന്നു? പാട്. ഓക്കെ. സങ്കല്പിക്കാം. ഓക്കെ. ഇത് കൊടുത്ത് ഇവർ കാണുന്നില്ലല്ലോ. റെസ്പെക്ട് കൊടുക്കാം. ഞാൻ പോയി സോറി പറയാം. ഞാൻ അറിയാണ്ട് ഇത് പേടിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നമാണ് ഇത് ഓവറായിട്ട് എന്തെല്ലോ ആക്കിപ്പോയി. ഞാൻ പോയി സോറി പറയാം. ഒരു മിനിറ്റ്. ഇപ്പൊ കുറച്ച് റൊമാൻസ് എല്ലാം വരുന്നുണ്ട്. താര
ഈ പാട്ട് കേക്ക്, ഷമീര് ഈ പാട്ട് കേക്ക്. ആ വണ്ടി കൊണ്ടുവരാൻ പറയോ ഒന്ന്? എന്താ എന്താ പ്രശ്നം? താര ഞാൻ സോറി പറയണോ? താര അല്ല ഷമീര, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ എന്തിനാ പെട്ടെന്ന് ഇതായിട്ട് സംസാരിക്കുന്നേ? എന്തിനാ ചൂടായിട്ട് സംസാരിക്കുന്നേ? ഞാൻ അവരോട് സംസാരിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ എന്തിനാ പെട്ടെന്ന് ലൈക്ക് വേറെ രീതിയിൽ എന്തിനാ സംസാരിക്കുന്നേ? അറിയാമല്ലോ എന്റെ ഫാമിലി മെമ്പേഴ്സ് ആണെന്ന്. എന്റെ സ്വഭാവം എനിക്കത് വിഷമാവത്തില്ലേ? അവർക്കും വിഷമാവൂലേ? സോറി. പോയാ ബ്രോ സോറി ബ്രോ, ഞാൻ അറിയാണ്ടെന്നേ പറഞ്ഞു പോയിട്ടുണ്ട്. സോറി. കുഴപ്പമില്ല കുഴപ്പമില്ല ബ്രോ. ഞാൻ ഇടയ്ക്ക് എന്തോ ഒരു ഇതാണെന്നാണ്. സോറി. ഷമീര് സോറി പറയിപ്പിക്കാൻ അല്ലടാ. പെട്ടെന്ന് ഇവർ എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്, ലൈക്ക് എന്റെ ഫാമിലി മെമ്പേഴ്സാ. ഓക്കെ, അവരെന്നെ നോക്കുന്നതാ. സിറ്റിയിൽ എന്നെ നോക്കുന്നത് ഇവര് മാത്രമാണ്. ഇവരല്ലാണ്ട് എനിക്ക് വേറെ ആരും ഇല്ല. ഞാൻ ഇല്ലേ? അതല്ല ഷമീർ, നീ ഇപ്പഴല്ലേ വന്നത്. ഓക്കെ ഓക്കെ സോറി ബ്രോ, ഞാൻ അറിയാണ്ട് ഞാൻ എന്തോ ഇത്ര നാൾ പറഞ്ഞു ഇവരല്ലേ പോയതാണ്. എന്റെ കൂടെ ഐ ആം ഉള്ളത്. റിയലി സോറി. ഐ ആം റിയലി സോറി. കുഴപ്പമില്ല. താര ഒന്ന് വരുമോ? താര വരുമോ? എൻ്റെ ഫുള്ള് മൂഡ് പോയി. ഇന്ന് പ്രപ്പോസും ചെയ്താൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇന്ന് റിജക്ഷൻ ആയിരിക്കും. എന്താണ് ഇന്ന് ഇനിയിപ്പോ പ്രപ്പോസ് ചെയ്താൽ നടക്കും തോന്നില്ല. ഞാൻ ഓൻ്റെ അടുത്ത് എന്തോ ജസ്റ്റ് സാധാരണ ഞാൻ എല്ലായിടത്തും സംസാരിക്കുന്ന പോലെ എന്തോ അങ്ങോട്ടോ ഷെയ്ക്കേ ഒരു മിനിറ്റ്. താര ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഒറ്റ മിനിറ്റ്, എനിക്ക് സമയമാണ്, ഞാൻ പോകുന്നുണ്ട്. അയ്യോ ഷമീർ ഒന്ന് ഇങ്ങോട്ട് വരാം. ഒരു മിനിറ്റ് ഞാൻ പോയിട്ട്. ഷമീർ എന്നോട് സോറി പറയിപ്പിക്കാനല്ല ഷമീറെ, അവർക്ക് വിഷമായതാ, മനസ്സിലായോ? പക്ഷെ അവർ ഒന്നും പറയുന്നില്ല. ഇപ്പൊ നേരത്തെ ഒരാളും അങ്ങനെ തന്നെ പറഞ്ഞിട്ട് പോയത് എന്റെ ഫാമിലി മെമ്പർ. ഞാൻ എന്റെ സ്വഭാവം, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഒരു കാര്യം, എന്റെ സ്വഭാവം കുറച്ചിങ്ങനെ ആയിപ്പോയി. അപ്പൊ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി മാറിക്കൊണ്ടിരിക്കുന്നു. എന്റെ സ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നു. പ്ലീസ്. അത് ഞാൻ അതാ പറയുന്നേ. ഞാൻ നിന്റെ തെറ്റാണെന്ന് ഞാനൊന്നും പറയത്തില്ല, മനസ്സിലായോ? നീ മാറണം എന്നാണ് എനിക്കുള്ളത്. ഞാൻ മാറാം. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞത് നിന്നെ കൊണ്ട് സോറി പറയിപ്പിക്കാനല്ല. മനസ്സിലായി. ഞാൻ നിനക്ക് വേണ്ടി മാറാം. അവർക്ക് വിഷമായത് നിനക്ക് മനസ്സിലാവേണ്ടി. ഇപ്പൊ പറഞ്ഞാലേ മാത്രമല്ല നിനക്കിപ്പോ മനസ്സിലാവും. അല്ലെങ്കിൽ നീ നോർമൽ ആയിട്ട് പോവില്ലേ? നാളെ വീണ്ടും റിപ്പീറ്റ് ആവൂല. അതുകൊണ്ട് ഞാനിപ്പോ പറയുന്നത്. അല്ലാണ്ട് അവൻ സോറി ഒന്നും ചോദിച്ചിട്ടില്ല, വേറെ ഒന്നുമില്ല. ഓക്കെ, അവനും മനസ്സിലാക്കിയതാ. പക്ഷെ പറയാനുള്ളത് എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ശരിയാണ്. പക്ഷെ സോറി കേട്ടോ. നീ പറഞ്ഞപ്പോ എന്തോ ചെറിയ വിഷമം പോലെ. ഞാൻ അങ്ങനല്ല, ഞാൻ ഫുള്ള് സന്തോഷത്തില്. വിഷമിക്കാതെ. അങ്ങനല്ല, ഞാൻ ഫുള്ള് സന്തോഷത്തില്. ഞാൻ കുറച്ച് ഹൈപ്പർ എന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. അപ്പൊ അതെനിക്ക് മനസ്സിലാവും. പക്ഷെ ഉള്ള എല്ലാവർക്കും, നമ്മുടെ കൂടെ എല്ലാവർക്കും മനസ്സിലാവണമെന്ന ഇതൊന്നും ഇല്ലല്ലോ. മനസ്സിലായി. എന്റെ സ്വഭാവം കുറച്ച് ഹൈപ്പർ ആയിപ്പോയി. അപ്പൊ ഞാൻ ഒരാളെ കാണുമ്പോ പെട്ടെന്ന് എന്താ പറയാ, ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ എല്ലാരെയും കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കും എല്ലാരും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ അല്ല, എല്ലാരും ഒരേപോലെ അല്ലടാ. അല്ലാതെ അപ്പോ ഞാനൊരു കാര്യം പറയാം. ഈ സിറ്റിയിൽ എനിക്ക് ഇത്ര നാള് എന്റെ കൂടെ നിന്നത് ഇവർ മാത്രമാണ്. എനിക്കുള്ളത് ഇവർ മാത്രമാണ്. ഓക്കെ, അപ്പൊ അവർക്ക് എന്തെങ്കിലും ഹേർട്ടായാലും എനിക്കും ഹേർട്ടാവും അത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. നിന്നെ വിഷമിപ്പിക്കാനൊന്നും അല്ല അത്. അല്ല, ഇത് കാരണം നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഇനി പ്രശ്നം സംഭവിക്കും അല്ലെങ്കിൽ ഇല്ല, അതൊന്നും അല്ലടാ. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ അവനോട് ചൂടായപ്പോ തന്നെ ഞാൻ പോവന്നെ. പക്ഷെ എനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുന്നതാ ഞാൻ. സംഭവം ശരി തന്നെ. പക്ഷെ എന്നാലും ഞാൻ അറിയാണ്ട് എന്റെ സ്വഭാവം ഇങ്ങനെ ഒരു ചെറിയ ഒരു ഇതായിപ്പോയിന്ന്. അത് മാറ്റണം. അതുകൊണ്ട് പറയുന്നേ, എല്ലാവരുടെ അടുത്ത് നമ്മൾ അങ്ങനെ, ഇപ്പൊ ഉസ്മാന്റെ അടുത്ത് അല്ലെങ്കിൽ ഷെയ്ഖിന്റെ അടുത്ത് നീ സംസാരിക്കുക, അത് കുഴപ്പമില്ല. ബിക്കോസ് അവർ നമ്മുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവർക്ക് മനസ്സിലാവും. പെട്ടെന്ന് ഒരാളുടെ അടുത്ത് ഇങ്ങനെ അറിയാതെ ആളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ അത് വിഷമാവൂലേ? അതെ. അപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ്, നീ എന്റെ പത്തിരി, ഞാൻ നിന്റെ ഒരു. നീ ജാതിക്കാണെങ്കിൽ ഞാൻ പത്തിരിയാണ്.
ആ ചിരിച്ച് ചിരിച്ച് താര ചിരിച്ച് ഞാൻ പത്തിരി കുട്ടൻ. എന്നിട്ട് ബിരിയാണി ആക്കണോ? ബിരിയാണി അല്ല കാക്ക. അത് ഇത് ക്ഷമിക്കാട്ടോ, ഞാൻ എന്തോ പെട്ടെന്ന് എന്റെ ഈ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കണം. അത് വിട്. സി ഇതന്നെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും വരാൻ എനിക്ക് കാരണം. മനസ്സിലാക്കി എടുക്കാൻ നോക്കുന്നതാ, മനസ്സിലായോ? അല്ലാണ്ട് നീ എന്നെ മാറ്റിയെടുത്താ മതി. നീ hurt മാറ്റിയെടുത്താ ചെയ്യണമെന്നൊരു ഞാൻ മാറും. ഇതില്ല. നീ എനിക്ക് അത്രക്ക് ഇഷ്ടമില്ല. അപ്പൊ അത് മതി. ആ നീ മാറ്റിയെടുത്താ ഞാൻ ഇതാവും. നീ പറഞ്ഞാലേ ഞാൻ കേക്ക്. കരയുവാണോ? ഇല്ല, കരിയുന്നൊന്നുമില്ല. ആ. അപ്പൊ പിന്നെ നാളെ 8 മണിക്ക് വരണേ പ്ലീസ്. 8 മണിക്ക് വരാം. നാളെ 8 മണിക്ക് വരാം. പോവാ ഇപ്പൊ? ഞാനിപ്പോ പോവാ. ഇപ്പൊ പോയില്ലെങ്കിൽ പ്രശ്നമാ എനിക്ക് വീട്ടില്. എത്ര 2 മിനിറ്റ് ഉണ്ടോ? 2 മിനിറ്റ് ഉണ്ടോ? 2 മിനിറ്റ് പ്ലീസ്. 2 മിനിറ്റ്. നാളെ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിച്ചോളൂ. 1 മിനിറ്റ്. ഓക്കെ. ഷെയ്ക്ക് എടാ, ആരെങ്കിലും ഒരു പാട്ട് ഇട്ടാടാ. മറ്റേ അനുരാഗത്തിൻ വേളയിൽ ഒരു പാട്ട് ഇട്ടാ പ്ലീസ്. തട്ടത്തി ഏതാന്ന് ഇവൻ? ഇട്. ഹലോ. ഇതാ. നമുക്ക് ഇവിടെ ഇരുന്നാലോ? ഇവിടെ ഇരിക്കാം. ഒരു മിനിറ്റ്, ഇപ്പൊ പോവാ. ഞാനല്ല അത്ര ടൈം. ഇല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തല്ല. ഹലോ. ഇല്ല, ഞാൻ ഇവിടെ ഉണ്ട്. സോങ്സ് വെക്കില്ലടാ. ഒന്ന് ഇരിക്കേ പ്ലീസ്. സോങ്സ് ഇതാ കഴിഞ്ഞ്. എടാ, മുമ്പ് മാറി. ഇതെന്താന്ന് ഞാൻ കാണുന്നത്. ഉസ്മാനെ ഒന്ന് മാറ്. ഒന്ന് മാറണം ഉസ്മാനെ എങ്ങോട്ട് വാ. കിട്ടിയാ നക്ക്. കേക്കുന്നുണ്ടോ സെമീറ? കേക്കാം. പറയൂ. ബ്രോ. സൂപ്പർ. ഒരു കാര്യം നമുക്ക് നാളെ നാളെ 8 മണിക്ക് വരാം. സംസാരിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. നാളെ കാണാം. വിഷമിക്കല്ലേ? ഇല്ല. ഞാൻ പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ. പോയിട്ട് വരാം. എടാ ഞാൻ പോയിട്ട് വരാടാ. നാളെ കാണാം. പോവാ. പാട്ട് വെച്ചോ ഷെയ്ക്ക? പാട്ട് വെക്ക്. എടാ ഞാൻ ഫീലിംഗ് എടുക്കട്ടെ. ഷമീര പാടാ. ഓക്കെ ബൈ. എന്താ പ്രശ്നം പറ? മറ്റേ ചെക്ക എന്തിനാ വിളിച്ചത്? നീ എന്താ സംഭവം വള്ളിയൊന്നല്ല. സംഭവം എന്താ, ഓളെ ഫാമിലി മെമ്പർ ആണോന്. അപ്പൊ ഓൻ വന്നപ്പോ ഞാൻ ജസ്റ്റ് ഞാൻ സാധാ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ ഓന്തോ എന്റെ അടുത്ത് ചോദിച്ച് ഞാൻ എന്തോ പറഞ്ഞ് എന്തായി ഓൻ പോയി. ഓന്റെ അടുത്ത് ഞാൻ എന്തോ പറഞ്ഞു. ഫസ്റ്റ് എന്തോ ഞാൻ പറഞ്ഞു. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഓൻ എന്തോ റോങ് മീൻസ് എന്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ പോടാ അണ്ടീന്ന് മാറ്റം അങ്ങനെ എന്തോ ഞാൻ പറഞ്ഞു. ഓനെ ഇഷ്ടപ്പെട്ടില്ല. ഓൻ ഓളടുത്ത് പോയിട്ട് കുത്തിത്തിരിപ്പാക്കി. ആ നാറി ഓൻ ഓളടുത്ത് പോയിട്ട് കുത്തിത്തിരിപ്പാക്കി. താരന്റെ അടുത്ത് പോയിട്ട് കുത്തിത്തിരിപ്പാക്കിട്ട് പറഞ്ഞ് ഓൻ എന്തെല്ലോ പറഞ്ഞിട്ടുണ്ട്. ഇവനെയാണോ നീ പ്രേമിക്കാൻ പോകുന്നത്? ഇവൻ ആള് ചെറ്റയാന്ന്, ഇവന്റെ വർത്താനം ഇങ്ങനെയാണ്, ഇവന്റെ ബായിന്ന് വരുന്നത് ഇങ്ങനെയാണ്, ഇവന് ആൾക്കാരെ റെസ്പെക്ട് ഇല്ല, അങ്ങനെ എന്തെല്ലോ ഓൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഇവക്ക് ബാഡായി. അതായത് ഇവള് പ്രേമിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അങ്ങനെയാണോന്നൊക്കെ അറിയില്ല, എന്താന്നറിയില്ല. ഇവക്ക് എന്തോ ബാഡായി. എന്തായാലും അവനാ നോക്കാം. അതെ കുറ്റം പറയും. അതെ ഓക്ക് അങ്ങനെ ഹേർട്ടായതാണോ എന്താന്നറിയില്ല. അപ്പൊ അന്നെ വന്ന് എന്തോ 2 പറഞ്ഞു. എനിക്ക് അതില് ചെറിയൊരു ബാഡായി. അന്നെ പറഞ്ഞെന്ന് വെച്ചാ ഓളെന്നെ ഇങ്ങനെ എന്താ പറയാ, ഷമീറ ഈ സ്വഭാവം നടക്കൂല. ഇതാ പോന്ന നായിന്റെ അമ്മന്റെ കൂടെ. ഷമീറ ഈ സ്വഭാവം നടക്കൂല, മാറ്റണം, ഈ സ്വഭാവം മാറ്റണം, നീ ഇങ്ങനെ ഇതാൻ പറ്റൂല, അങ്ങനെ ഒരു സാധനം പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്റെ ഒരു ഹൈപ്പറായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോടാ, എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ അണ്ടി കുണ്ടി എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന. അങ്ങനെ ഞാൻ പോയി പറഞ്ഞതാ. ഇത് കുറച്ച് ഇതായിരുന്നു. അത് ഞാൻ നിന്റെ അടുത്ത് പറയലില്ലേ, അത് നീ പുഷ് ടോക്ക് ഒഴിവാക്കിയാണ്ട് നീ പറ.
ഞാൻ ആ സാധനം നീ ആ കേക്കാൻ കണ്ട് പറഞ്ഞില്ലാന്നുണ്ടെങ്കിലും പ്രശ്നമല്ല. നീ മനസ്സിൽ പിരായിക്കോ, മനസ്സിലായോ? മനസ്സിലായി. അല്ല എന്നെ മാറ്റിയെടുക്കണം. അത് പതുക്കെ മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പേടാവും. കാരണം ഇവിടെ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാങ്ങിലെ അതെ അല്ല ഓളെ ഭാഗത്ത് തന്നെയാണ് ശരി, ഓളെ ഭാഗത്ത് തന്നെയാ ശരി. ഞാൻ വെറുതെ ഓളെ ഫാമിലി മെമ്പർ ആയിട്ട് ഓളെ ഒരുത്തനെ കൂട്ടിട്ട് വന്നിട്ട് ഫ്രണ്ട് ആയിട്ട് പരിചയപ്പെടുത്തിട്ട് വന്നേരം ഞാൻ വെറുതെ പോയി ഓവറാക്കി. ഞാൻ കുറച്ച് പോയിട്ട് ഓവറാക്കി. എനിക്ക് ഈ പേടി ഇതെല്ലാം കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഓവറാവും, മൊത്തത്തിൽ ചളാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഇപ്പൊ സംഭവിച്ചത്. ഇനി സമാധാനത്തില് വിഷമുണ്ടെങ്കിൽ എന്തിനും എന്നെ കൊണ്ടുവരാണ്ടിരിക്കാണ് ഞാൻ. അവിടെ പോനുമായിട്ട് ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. അവിടെ ചെന്നുകാണ്ട് പെണ്ണ് ചോദിക്കാനുള്ളതല്ലേ സെമീറെ? അതെ ഓക്കെ മിസ്റ്റേക്ക് എന്റേതാ എന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാ. നമുക്ക് ഇവിടുന്ന് വിടാലോ, നമുക്ക് വിടാ. വാ. ഓക്കെ.